ഗൈസ്, ഹാപ്പി ട്യൂസ്ഡേ. പോകാൻ പോവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പുകുട്ടി വീട്ടിൽ ടി വി ഒക്കെ കണ്ട് സുഖിച്ച് അങ്ങനെ അപ്പുകുട്ടി കിടന്ന് ഉറങ്ങി. അപ്പുകുട്ടി ഫുള്ള് വൈബാണ്. വിഷു കഴിയുമ്പോൾ അപ്പുൻ്റെ എല്ലാ കാര്യങ്ങളും മാറും. എന്നിട്ട് പിന്നീട് ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അയ്യോ, ഞാൻ വണ്ടി എപ്പോഴും എൻ്റെ വണ്ടി ബാക്കിൽ വയ്ക്കും. ഫ്രണ്ടിൽ കയറ്റി, വലിയ ഗേറ്റാണ് ഫ്രണ്ടിൽ, അപ്പം അത് കയറ്റി വെക്കാനുള്ള പാട് കരുതിയിട്ട് ഫ്രണ്ടിൽ കയറ്റി വെക്കാറില്ല. ബാക്കിലേക്കുണ്ടായിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ്. അപ്പുത്തി കയറ്റോ റെഡി. യെസ് പ്രിൻസ്. അറിയാം, മുമ്പ് എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ട ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഞാൻ വണ്ടിക്ക് പ്രിൻസ് എന്നാണ് പേരിട്ടിരുന്നത്. ബിസ്മില്ല, പ്രിൻസ് എന്നാണ് എന്താ പേരിട്ടിരുന്നത്. അങ്ങനെ. അപ്പോൾ ക്യാമറ ഒന്ന് പിടിക്കൂ, വരൂ. ഉമ്മച്ചി വണ്ടി ഇറക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണണം. ഞാൻ ഇതേപോലെ വിടും. നമ്മളെ പ്രിൻസിന്റെ ക്ലാസ് ഒന്ന് ഞാൻ കാണട്ടെ. ഓ കോട്ടെ, ക്യൂട്ടി കേസ്. ചിന്നുവിന് തുണികളൊക്കെ കൊണ്ട് പോകാനും പോട്ടാ അപ്പു, പോട്ടാ. ഇതാണ് ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ വീട്. അതാണ് ഫ്രണ്ട് ഗേറ്റ്. അതുവഴിയാണ് ഞാൻ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞതാണ്ട്. ഈ ഫ്രണ്ട് ഗേറ്റ് മറ്റേ സ്ലൈഡിങ് ഗേറ്റാണ്, അങ്ങനെ വലിച്ച് തുറക്കണം. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെസ്, ഇടയ്ക്ക് അത് ജാമായിട്ട് ഭയങ്കര ബലമൊക്കെ കൊടുക്കേണ്ടി വരും. പാവം ഞാൻ. ഇത് ബാക്ക് ഗേറ്റ്. ഈ ഗേറ്റിൽ കൂടി ആകുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് വണ്ടി കയറ്റി അകത്ത് വയ്ക്കാം. യെസ്. അപ്പോൾ കുട്ടി, അപ്പോൾ പിന്നെ പോട്ടെ. ടാ. ഒരു ദിവസം ഞാൻ ഫുൾ ഈ ഏരിയയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഗൈസ്. ഇതാണ് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ്. ഇത് ഡെഡ് എൻഡാണ്. പക്ഷേ അതുവഴി ഷോർട്ടായിട്ട് നമുക്ക് മെയിൻ റോഡിൽ കയറാം. പക്ഷേ ഡെഡ് എൻഡാണ്. ഇതേപോലത്തെ റോഡ്, ടാർ റോഡ് ഡെഡ് എൻഡാണ്. അല്ലാണ്ട് വഴിയുണ്ട്, അത് നമുക്ക് കയറാൻ പറ്റും. ഇത് നമുക്ക് മെയിൻ റോഡിൽ പോകുന്ന റോഡാണ്. അപ്പോൾ കുട്ടി, ടാറ്റാ. മക്കളെ എത്തി. ഞാൻ എത്തേണ്ട അടുത്ത് എത്തി. മക്കളെ എത്തി. എൻ്റെ പേര് നർബ്സാണ്. തുടങ്ങുന്നു. നോ സോറി. പിന്നെ മെയിനായിട്ട് കാണിക്കരുത്. ഒരു മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ്. ഇവിടെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നു. ഇയാളെന്നും ബിസിയാണ്. ഇതെന്തോ നീ എടുത്ത് വെച്ചേക്കുന്ന അസൈൻമെന്റ്? നീ എല്ലാം കൊടുത്തില്ലേ? ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കഥകളാണ് ഗൈസ്. ഇനി രണ്ടുപേരും കൂടെ വരാറുണ്ട് ഗൈസ്. അതെ, കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അവരോട് വന്നാലേ വൈബ് ആവത്തുള്ളൂ. വരാം കുറച്ച് കഴിയും. നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മക്കളെ നമ്മൾ പോകാൻ പോകുന്നു.
ഇന്നും പരാഗി പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാഗി പോയ കാര്യം. അപ്പം ഇന്നും പോകേണ്ട ആവശ്യമുണ്ട്. ചിരിച്ച് തള്ളേ പൊട്ട വെയിൽ ഗൈസ്, പൊട്ട വെയിൽ സഹിക്കാൻ വയ്യ. തിരുന്നിട്ട് പോലും ചൂട്, ഭയങ്കര ചൂട്. നീ എന്തിനെന്ന് പറഞ്ഞു? ഉറപ്പായിട്ട് വിടും. ശ്രുതി കൊള്ളാം, നല്ല രസം. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് നമുക്ക് ഞാൻ വീട്ടിലിട്ട് ഇതൊരു സൂപ്പർ ലൈവാണോ? ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കില്ല, അല്ലാതെ നീ എന്തിനടി ഞാൻ ക്യാമറ പിടിക്കുന്നിടത്തൊന്നും നിൽക്കണം. ഗൈസ്, എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ എന്തായാലും യൂട്യൂബിൽ ആഡ് ചെയ്തേക്കാം. കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. എടി ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലേ, നമ്മളൊരു ഫോട്ടോ ഞാൻ തമ്മേനായിട്ട് കൊടുത്തായിരുന്നു. കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ പരാഗിൽ പോയിട്ട് പോകുന്ന ടൈമിൽ വീഡിയോ എടുക്കാം. ചേട്ടൻ കുറച്ചു നേരം കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നാലിന് ചെയ്ത് വെച്ചാൽ ഞാൻ നിങ്ങളെ കള്ളമാവും. കുറച്ചുകൂടി ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മതി. 2 തിരിഞ്ഞും കൂടെ കഴിയും. അവിടെ ഞാൻ ഉണ്ടാവേ. അതെ അതെ, അവിടെ ആരെയില്ലേ, എല്ലാവരും കാണട്ടെ. വാ, നീ ദൂരം കാണാൻ പടലേ, എൻ്റെ തല കാണാം. അതെയാ, അപ്പം യൂട്യൂബിൽ ഇടാനാണ്. നീ ഫോട്ടോ എടുക്കത്തുണ്ടല്ലേ? ഫോട്ടോ ആണ്, എനിക്ക് എടുത്ത് ഫോട്ടോ ഇരിക്കാം. എല്ലാവർക്കും ഒരേ കണക്കത്തെ ഡ്രസ്സ് എടുക്കാം. നല്ല കാര്യം. ഇവിടെ ഡാർക്ക് ഏറ്റവും മുകളിൽ ഇരിക്കണം. അതിൻ്റെ ഞാൻ പോയിട്ടില്ല. ഇന്ന് ബുധനാഴ്ചയാണ്. കഴിഞ്ഞ വീഡിയോ എഡിറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാലൻസ് ആണ്. ഞങ്ങളെല്ലാവരും വെളിയിൽ പോകും. ഹലോ 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 ഹലോ. അപ്പോൾ ആറ്റിങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട്, ചൂടെടുക്കണം. എല്ലാം നമുക്ക് ഒലിച്ച് പോവുകയാണ് ഗൈസ്. കിട്ടി ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുക. ക്യൂട്ടി ജിമ്മിക്കായിട്ട് വന്നിരിക്കാൻ പറ്റും. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല ഗൈസ്. എൻ്റെ പുതിയ വാച്ച്, നിങ്ങളെൻ്റെ വാച്ച് എന്നിട്ട് ചോദിക്കാത്തത് പിള്ളേരെ. പുതിയ വാച്ച് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഒന്ന് ഗിഫ്റ്റ് അയച്ചത്. എടി
ഓർമ്മയുണ്ടോ? നിങ്ങളില്ലായിരുന്നു ഒരു അബ്രോഡ് എനിക്കൊരു കുറേ തവണ പറഞ്ഞു. അതിലുണ്ടായിരുന്ന ഗിഫ്റ്റാണത്. സൗദിയിൽ നിന്ന് വന്ന ഗിഫ്റ്റാണ്. മേക്കപ്പ് പോലിക്കുന്നു. ടെൻഷൻ. ഒടുക്കത്തെ ചൂട് ഗൈസ്, ഒടുക്കത്തെ ചൂട്. പറയാൻ വയ്യ, അത്രയ്ക്ക് ചൂട്. ചെറുപ്പത്തെ തല കൊള്ളാന്നാണ് പറയുന്നത്. കൊള്ളാം, നല്ല തല, മുടിയുണ്ട്. അത്യാവശ്യം ഇന്നലെ നല്ല കറക്റ്റും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ദേ ഇരിക്കുന്ന ലെവളാണ്. എവിടെയൊക്കെ നമ്മളൊക്കെ വഴി അറിഞ്ഞൂടാതെ അവളെ കൂടെ തെണ്ടി പോവുകയാണ്. എവിടെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞൂടാ, എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് അറിഞ്ഞൂടാ. ഒന്നാമത് ഏകദേശം 2 പിരി പോയ കേസാണത്. ഒറ്റ പിരി പോലും അല്ല, 2 പിരി പോയ കേസാണ്. അടി കിട്ടാൻ ചാൻസ് ഉള്ള പലയിടത്തും നമ്മൾ അവൾ കൊണ്ടുപോയി നിർത്തും. അല്ലേ ശ്രുതി? അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ കണ്ട അവളെല്ലാത്തിനും അതേ പറയും. അത്രയ്ക്ക് അണ്ട അവള് ഏറ്റ് അതിന് ഇരട്ടി അടി കിട്ടും. അതെ അത് തിരക്കി പിടിച്ചു വന്ന് നമുക്ക് അടി വരും. ഇത് നമുക്ക് ലൈവായിട്ട് വായിച്ചു. ട്രാൻസ്പോർട്ട് ബസ്സിലാണ് കയറി. പക്ഷെ നല്ല പാട്ടൊക്കെ ഉണ്ട്. കൊള്ളാം. അല്ലെങ്കിൽ അർജന്റീന ഇങ്ങനെ പ്രസ് ചെയ്യാനായിരിക്കും. ഇത് തുറന്നു ട്രെയിനിലൊക്കെ വലിച്ചു സാധനം. പക്ഷെ ഒടുക്കത്തെ വില 10 രൂപയുടെ വെള്ളം 20 രൂപ, 20 രൂപയുടെ വെള്ളം 40 രൂപ. റിവ്യൂ ഞാൻ തന്നിട്ടുണ്ട് ഗൈസ്. കൊള്ളയാണ്, കൊള്ളാം. ഭയങ്കര വില ഈ സ്റ്റാൻഡിൻ്റെ അകത്തുള്ള കട. ആറ്റിങ്ങൽ സ്റ്റാർട്ട് സ്റ്റാൻഡിൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വെള്ളവും ഫുഡും വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഈ കടയിൽ നല്ല വിലയാണ്. അപ്പോൾ മക്കളെ, നമ്മളെന്തായാലും പോയിട്ട് ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ വിശേഷങ്ങളെല്ലാം പതിയെ പറയാം. നമ്മളിതാ എവളെ വീടെത്തി ഗൈസ്. എൻ്റെ വീടെത്തി ഗൈസ്. കൊണ്ടുപോയിട്ട് പട്ടിണിക്കിടാൻ കൊണ്ടുപോയാണ്. എല്ലാം തന്നാ തന്നു. സർപ്രൈസ് ആണ് ഗൈസ്. ഞാൻ വരെ എൻ്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പോയിട്ട് വീട്ടിൽ ആളില്ലെങ്കിൽ നമ്മൾ ഗേറ്റും കണ്ടിട്ട് തിരിച്ചിങ്ങ് വരും. ശ്രുതിനെ കാണുമ്പോൾ അമ്മ അവിടെ നോക്കിയാൽ കൊടുക്കായി. അപ്പോഴും വീടും പൂട്ടിയിട്ട് പോകും. അത് ശരിയാണ്. ആ സാധനം വേണം. ബുദ്ധിമുട്ടണ്ട, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി. ഹലോ, കഥവ് തുറന്നോ? അതെന്താ നമ്മൾ ഇടിച്ചേറി പോകും. ശ്രുതി രാജാവാണ്. നോക്ക് ശ്രുതിയുടെ രാജാവിന്റെ എടി അവളെ അഹങ്കാരം. എടി അവള് നിൽക്കുന്ന നിപ്പ് നോക്കിയാണ്ടി. അവളമ്മ അന്തമിട്ട തത്തമ്മയൊക്കെ ഉണ്ടോ എവിടെ? ആഹാ, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പോയി. എൻ്റെ അമ്മയ്ക്ക് നിന്നെപ്പറ്റി നല്ല അഭിപ്രായം. ഇതങ്ങനെ തോന്നില്ല. ആദ്യകാലം തൊട്ടുള്ള അഭിപ്രായമായിട്ടാണ് തോന്നുന്നത്.
ശ്രുതിൻ്റെ കൂടെ ബേക്കറി പോകണം, എന്തൊക്കെയോ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ ബേക്കറി പോവുകയാണ്. ഇവിടെ വന്നാൽ എനിക്ക് ഇതൊക്കെ തന്നെയാണ് ജോലി. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ബെൻ ബേക്കറി. ഓ കുട എടുത്തില്ല ഗൈസ്. എടുക്കാനുള്ളതായിരുന്നു മക്കളെ. ഓ നീ ഫീൽ ചെയ്യാനല്ലേ. ഇവിടെ വലുതായിട്ട് നമ്മൾ വന്ന് ഇങ്ങോട്ടല്ലല്ലോ, അല്ല ഇതിങ്ങോട്ട് പോകുന്നു. പിന്നെ ഇത് അങ്ങോട്ട് റോഡുണ്ടോ? വേറെ റോഡുണ്ടോ? നമ്മളിവിടെ ചെന്നിറങ്ങുന്നത് ജംഗ്ഷനാണ്. ആ ശരിയാ. പിന്നെ പൊട്ടായി. ഇവിടെ ഫുൾ ഇങ്ങനെ എന്താണ് സ്പേസ് ഒന്നുമില്ല. നമ്മൾ സെയിം സിറ്റിയിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഇത് തന്നെയാണ് കൈസണ്ട്. വീടൊക്കെ ഫുൾ അടിക്കണ നാട്ടുംപുറം പോലെയല്ല. നാട്ടിൻപുറം പോലെയല്ല. ഇവിടെ എല്ലാം വീടുകളെല്ലാം അടുത്തടുത്തായിട്ട്. കടയിൽ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇറങ്ങി പോകാം. കട്ട്ലേറ്റ് കഴിക്കട്ടാ. 5 കട്ട്ലേറ്റ്. ശ്രുതി ഞങ്ങൾക്ക് കട്ട്ലറ്റ് വാങ്ങി, ജ്യൂസ്. ബിരിയാണി പാഴ്സലായിട്ട് കൊടുക്കുന്നതാണോ? എത്ര? മറ്റേ ഇതൊരു വെള്ളയപ്പോ ഇത് എത്രയാണ് ഒരു പീസ്? അതിലൊരു 3 പീസ്. നോക്കി ശ്രുതിക്ക് ഞങ്ങളോടുള്ള സ്നേഹം കണ്ട ഗൈസ്. ചുമ്മാ വെള്ളയെപ്പറ്റി തൊട്ടതേ ഉള്ളൂ, അപ്പോഴത്തേക്കുമാണ്. 245. കാര്യങ്ങൾ പറയാം. നമ്മൾ ശ്രുതിന്റെ വീട്ടിൽ വന്ന് എന്തൊക്കെ കഴിച്ചു. എല്ലാരും അത് ശരിയാണ്. ഹായ്, എല്ലാവരും ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. നമ്മളിവിടെ വന്നിട്ട് ജ്യൂസ് കുടിച്ചു, കട്ട്ലൈറ്റ് തിന്നു. പിന്നെ നിങ്ങളെ നാട്ടിൽ എന്തോന്നാണ് അതിനെ പറയുന്നത്, കിണ്ണത്തപ്പോന്ന് ഇവിടെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തോന്നാണ് പറയുന്നത് ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരിക്കണം. പരസ്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ആള് മരിച്ചു എന്നിട്ട് പുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട്. ഇതൊക്കെ കട്ട് ചെയ്തോണം കേട്ടല്ലേ? ഞാൻ കട്ടിയില്ല, ഇത് അങ്ങനെ തന്നെ ഇടും. പിന്നെ ഇനി ഇപ്പം ലഞ്ച് കഴിക്കാൻ ടൈമായി. അമ്മ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി ലുലു മാളിൽ പോകണം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോയിട്ട് ശ്രുതി നമുക്ക് അത് വാങ്ങിച്ചു നേരെ ശ്രുതി നമുക്ക് മൊമോസ് മുമ്മൂസ് നമ്മൾ വാങ്ങിച്ചു കഴിക്കും. നമ്മളല്ല ശ്രുതി വാങ്ങിച്ചാലും നമ്മളത് ശ്രുതി വാങ്ങിച്ചാലും തൊഴിൽ തിന്നു. അയ്യോ ശ്രുതി നെഞ്ചടിച്ചിരുന്നു. ചുമ്മാ എങ്ങനെ ക്യാൻസൽ ആക്കാം? ഇവള് പച്ചവെള്ളം വാങ്ങിച്ചുള്ള കാഴ്ച. ചുമ്മാ ഗൈസ്, ഞാൻ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്റെ ഹൃദയം വരെ എടുത്തു കൊടുക്കും. കണ്ട അടുത്ത ചങ്ക് അവക്കറിയാം. ചുമ്മാ കഴിച്ചു ആ ചങ്കിന് വേണമെങ്കിൽ കൊടുക്കണം. നമുക്കൊന്നും തരില്ല, നമ്മളെ പട്ടിണി വീടാണ്. കണ്ടാലും പറയും. അപ്പൊ പിന്നെ
ഇനി ഫുഡ് കഴിക്കണം, പിന്നെ ലുലുവിൽ പോകണം. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. ശ്രുതിൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ശ്രുതിയുടെ അമ്മ ഭയങ്കര കമ്പനിയാണ്. ശ്രുതിയെ പോലെയൊന്നുമല്ല, ഇത് ഫുള്ള് പേത്തലവിടെ സ്വഭാവം. അമ്മ ഭയങ്കര പക്വതയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത്യാവശ്യം കൊള്ളാം. അരവട്ടും കൂടെ ചേരുമ്പോഴേ മുഴുവട്ടുകളാവുള്ളൂ. ഈ സൈഡ് അതിന്റെ പാതി ആരതുപോലെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ചിരിച്ചു പറയണ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ്, ഇവിടെ നിന്ന് പോവുകയാണ്. പിടിച്ചു. ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിന് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ബസ്സിൽ പോവാം, ശ്രുതി മക്കളെ തുറയിടി കൊട. എടി കൊട വേണോ നിങ്ങൾക്ക്? എന്റെ ബാഗ് ഇരിപ്പുണ്ട്, എടുത്തോ. നമ്മുടെ അടുത്ത് കൂടെ വേണമെന്ന് എങ്ങനെ ഇരിക്കുന്നു? അത് തന്നെ, വേറെ വല്ല. എടേ അവള് രാജാവാണ്. ഇവിടെ നിന്നല്ല അവിടെ കഴിയട്ടെ, അമ്മക്ക് രാജാവ്. നമ്മള് രാജാവാ. പിന്നെ ആടി അത് കമ്പിയല്ലേ വാ. അങ്ങനെ ശ്രുതിയുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഗൈസ്. നല്ല അടിപൊളി ബീട്രൂട്ട് തോരനും ചൂരക്കറിയും രസവും ചോറും പിന്നെ എന്താണ് ജ്യൂസും കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ കിണ്ണത്തപ്പം. ആ കിണ്ണത്തപ്പം കഴിച്ച് ഞാൻ ഒരു 10-15 മിനിറ്റ് ഇരുന്നു പോയി ഗൈസ്. സത്യം പറയാലോ, ഭയങ്കര മധുരം. ഞാൻ നോർമലി ജിമ്മിൽ പോകുന്നതുകൊണ്ട് മധുരം കഴിക്കത്തില്ല, ഒട്ടും മധുരം കഴിക്കത്തില്ല. ചായയൊക്കെ പരമാവധി കുറച്ച് വെച്ചിരിക്കണം. അപ്പോഴാണ് കിണ്ണത്തപ്പം കണ്ട് ഇഷ്ടം തോന്നി കഴിച്ചാണ്. പിന്നീട് ശ്രുതിയുടെ അമ്മ ഒരു പ്ലേറ്റ് കടലക്കറി തന്നു, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു പ്ലേറ്റ് കടലക്കറി ഞാൻ ഒറ്റയടിക്കിരുന്ന് ആർക്കും കൊടുക്കാതെ കാര്യം പറഞ്ഞിരുന്നു. ഒരു പ്ലേറ്റ് കടലക്കറി എന്നുവെച്ചാൽ ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് എനിക്ക് ബാലൻസ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു പക്ഷേ ഈ മധുരം കഴിക്കായിരുന്നു. നമ്മൾ ടക്കെന്ന് കഴിക്കുമ്പം തല ഇറക്കമൊക്കെ വരും. അങ്ങനെ അത് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ച്. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. പിന്നെ പ്രത്യേകിച്ച് ശ്രുതിയുടെ വീടായിട്ട് നമ്മൾ വിചാരിച്ച് ഇവിടെ വന്ന് നല്ല അലക്കലക്കാന്ന്. അത്യാവശ്യത്തിനൊരു അലക്കൊക്കെ അലക്കി കൊള്ളായിരുന്നു. മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് ഗൈസ്. കുറേ ആളിന് ശേഷമാണ്, അല്ല ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവും. നമ്മളെ ഈ ബാച്ചിലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ആരുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. അല്ലാതെ നമ്മളെ ജിമ്മേറ്റ്, സ്കൂൾ മേറ്റ് അങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവും. അത്യാവശ്യം നമ്മൾ വെളിയിലൊക്കെ ഔട്ടിങ് പോവും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരുന്നത്. വൈബുണ്ട്. ഇനി ഇവരെല്ലാവരെയും കൂടി നമ്മളെ വീട്ടിൽ വിളിക്കണം ഒരു ദിവസം. നമ്മളെ വീട്ടിൽ വിളിച്ചിട്ട് നമുക്ക് വേറെ രീതിക്ക് വൈബ്, പിന്നെ പാട്ടൊക്കെ വെച്ച് DJ കണക്കൊക്കെ ഒരു സെറ്റൊക്കെ ചെയ്ത്. ശ്രുതിയൊന്നും അപ്പം ഈ കാണും പോലെ ആയിരിക്കൂല, ശ്രുതിയൊക്കെ എയറിലായിരിക്കും. ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ബാക്കി ആൾക്കാർ. ഭയങ്കര വെയിൽ ഗൈസ്, ഭയങ്കര വെയിൽ. സിറ്റി ലൈഫ് ഭയങ്കര മോശം, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ നിന്നെങ്കിലും ഭയങ്കര മോശം. നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു വില്ലേജ്, അതേ നമുക്ക് ആ ഒരു ടൗൺ ഏരിയ അതേ നമുക്ക് പറ്റത്തുള്ളൂ. ഒരുപാട് മരം, കാറ്റ്, അതുപോലും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ സിറ്റി താമസിക്കുന്നവരെ സമ്മതിക്കണം. ഞാൻ പോലും ഇങ്ങോട്ട് അധികം വരാറില്ല. എവള് വരാറില്ല, ഒട്ടും വരാറില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ AC ഒക്കെ ഉണ്ടാവുള്ള വീട്ടിൽ, എന്നാൽ പോലും ചൂട് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നേരമെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായി. ഇനി നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് എവിടെയാണ്? ഒരു ശ്രുതി പറയൂ. ലുലു മാൾ.
അവിടെ പോയിട്ട് ശ്രുതി നമുക്ക് മൊമോസ് വാങ്ങിത്തരും, ജ്യൂസും വാങ്ങിത്തരും. ചുമ്മാ guys, അവളെ പാപ്പരസിയാണ് പാപ്പരസി. നമ്മളവിടെ പോയി ഒരു വിസിറ്റൊക്കെ നടത്തിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. യാ, അപ്പം എന്തായാലും ലുലുവിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. മക്കളെ, നമ്മളങ്ങനെ ലുലുവിലെത്തി. സത്യം പറഞ്ഞാൽ ഒരു വമ്പം ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് പ്രാന്ത് പിടിച്ച് വിയർത്ത് കുളിച്ച് പണ്ടാരം ഉടങ്ങിയാണ് ഇവിടെ വന്നത്. അജിതാണെങ്കിൽ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയി എന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് കഥയും പറഞ്ഞിരിക്കുന്നത്. കരിക്കകം പൊങ്കാലയായിരുന്നു. നിവേദ്യം തളിക്കുന്ന ആ സമയത്തായിരുന്നു ബ്ലോക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് ഇടാടാ, ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് പെട്ടു. കുറച്ച് ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഇവിടെ എത്തേണ്ടതായിരുന്നു. ഞാൻ ഇന്നിവിടെ ഒരു കലക്ക് ഇന്നോളെ കലക്ക് എടുക്കല്ലോ. എന്നാലും ഇത് എങ്ങനെ ഇതായി പോയെന്നൊരു ഇതായിരിക്കണേ. എന്താണ് മറ്റേ ഒരു മാക്സ് അവിടെ ഉണ്ടോ? ചേച്ചോട്ട് പിടിച്ചിട്ട് ലുലുവിൽ വലിയ ഓഫറൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. വലിയ ഓഫറൊന്നും ഇല്ല. പിന്നെ നമ്മൾ മാക്സ് തപ്പി വന്നതാണ്. മാക്സിൽ നമുക്ക് കുറച്ച് ഇവിടെ നമുക്ക് 4 ഡ്രസ്സ് ഇടണം അല്ലേ, ഒരേപോലത്തെ. നമ്മളൊരു ബഡ്ജറ്റൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എടുക്കും ഒരേപോലത്തെ. അപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ബാക്കിൽ ചേർക്കും. സൺലൈറ്റ് അടിക്കുന്ന അടിപൊളിയല്ലേ. ഫോട്ടോ എടുക്കാനുള്ളായിരുന്നു മക്കളെ. വീഡിയോ ഉണ്ടറി അജിതയ്ക്ക് ബോറടിക്കണേ കായ്. അവർക്ക് അവളുടെ ഫ്രണ്ട്സിനെ കിട്ടിയില്ല, അവർക്ക് പറ്റിയ ഫ്രണ്ട്സിനെയാണ്. ഭയങ്കര ശബ്ദമല്ലേ കഴിച്ച് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല.